ടൂൾ ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് പടം CPM ഇടുന്നു. CPMൻ്റെ സൈബർ ഇതിൽ ഒരു പരാതിയില്ലല്ലോ, ഒരു കേസ് കൊടുത്തില്ലല്ലോ. അപവാദം, ലൈംഗിക ചുവയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് CPM. എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു. ഉള്ള വൃത്തിയുടെ മുഴുവൻ പറയിപ്പിക്കുകയാണ് CPM. പണം കൊടുത്ത് പറയിപ്പിക്കുക. എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് പോലീസ്. DGPക്ക് പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല. ഞാൻ കൊടുത്ത പരാതിയിൽ നടപടിയെടുത്തില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്യാല്ലേ? ഇത് മുഖ്യമന്ത്രി എന്തായാലും അല്ല, കണ്ടാണല്ലോ, സംസാരിക്കും ചെയ്താണല്ലോ അല്ലേ? ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള CPMൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം ഒരാഴ്ചയായിട്ട് ഈ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന്. അത് വരുന്ന രീതിയിൽ AI ടൂൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ്. CPMന് എന്തും ചെയ്യുക. CPMന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോൾ കോൺഗ്രസ്സിന് മുഴുവൻ കുഴപ്പമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് CPM. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ AI ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചു തരാമല്ലോ. എൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങളാര് കേസ് കൊടുത്ത ഞങ്ങളെ അച്ചു ഉമ്മനെതിരെ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അച്ചു ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി. പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. പോലീസ് എന്തെങ്കിലും തറവാട്ട് സ്വത്താണ്, നാട്ടിൽ ന്യായമില്ലേ? എന്നിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ്. പോലീസിനെ ബോംബെറിഞ്ഞവനെ. അല്ല, ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും. കഴിയാറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ കഴിയാറായല്ലോ. അവസാനത്തതിൻ്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. എന്താണ് കേരളം? ജനാധിപത്യ കേരളമല്ലേ? എന്ത് ചെയ്യുക? എത്ര പേർക്കെതിരായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി, ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ. ഒരുത്തരെതിരെ നടപടിയെടുത്തു, ഇത്ര പേര് പരാതി കൊടുത്തു, ഒരാൾക്കെതിരെ നടപടിയെടുത്തു. സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഉള്ള ഫോട്ടോ ഞങ്ങളിടുമല്ലോ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്ന പടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത് അല്ലേ? 2019 അവിടെ കൊള്ള നടന്നു, കവർച്ച നടന്നു എന്ന് CPM നേതാക്കൾക്ക് അറിയാമല്ലോ. ഇവരുടെ ഇൻ്റലിജൻസ് ഒക്കെ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിലെ സ്പെഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു? സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും ഒക്കെ. ഇങ്ങനെ ഒരാൾ കുഴപ്പം പിടിച്ച ആളാണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഭരണകൂടത്തിന് അറിയാമായിരുന്നല്ലോ. കോടതി എന്ന് പറയണ്ടല്ലോ, ഭരണകൂടത്തിന് അറിയാമായിരുന്നു എന്ന് ഈ സംഭവങ്ങൾ. അവിടുത്തെ കൊള്ള, എന്നിട്ട് അയാളുടെ കൂടെ പോയത്. ഞങ്ങളെന്നിട്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല, ഒരാക്ഷേപവും. ഇത് എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ്. ഞങ്ങളാരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട്. ഇപ്പോഴും അത് പേടിയാണ്. മുതിർന്ന നേതാക്കളെ പറ്റി വേറെ നേതാക്കളെ പറ്റി പറയും, മൊഴി കൊടുക്കുമെന്നുള്ളതാണ്. ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടിയെടുത്തിട്ടില്ല CPM.